ഫാദർ ഓഫ് സി ഡെന്നിസ് റിച്ചി 1972 ബെൽ ലബോറട്ടറീസിലാണ് സി എന്ന ലാംഗ്വേജ് റിലീസ് ചെയ്യുന്നത്. സിക്ക് മുൻപ് ആൽഗോൾ, BCPL, ബി, കോബോൾ, ഫോർട്രാൻ തുടങ്ങിയ ഒത്തിരി ലാംഗ്വേജസ് റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആരും കേട്ടിരിക്കാൻ വഴിയില്ല, ഇതൊന്നും അത്ര സക്സസ് ആയിരുന്നില്ല. സി സ്ട്രക്ചേർഡ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ വളരെ സക്സസ് ആയി ഇന്നും പല കമ്പനീസിലും യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് സി. സിക്കകത്ത് യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേറ്റർ, സി ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ സിക്കകത്തൊരു ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യമുണ്ട്. കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ, ഈ രണ്ട് ട്രാൻസ്ലേറ്റേഴ്സും ഹൈ ലെവൽ ലാംഗ്വേജസിനകത്ത് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ സിക്കകത്ത് യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേറ്റർ കമ്പൈലറാണ്. പൈത്തണിൽ ഇൻ്റർപ്രറ്റർ യൂസ് ചെയ്യുന്നു, സിയിൽ കമ്പൈലർ യൂസ് ചെയ്യുന്നു. സി എന്ന ലാംഗ്വേജ് പഠിക്കുമ്പോൾ ആദ്യം എഴുതേണ്ടത് ഹാഷ് ഇൻക്ലൂഡ്. എന്താണ് ഈ ഹാഷ് ഇൻക്ലൂഡ്? ഹാഷ് ഇൻക്ലൂഡ് കഴിഞ്ഞ് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ദാറ്റ് ഈസ് ആംഗിൾ ബ്രാക്കറ്റ്സ്. ആംഗിൾ ബ്രാക്കറ്റ്സിനകത്ത് എഴുതുന്നത് നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ലൈബ്രറീസ് ആണ്. നമ്മളൊരു പ്രോഗ്രാം എഴുതുന്ന സമയം ആ പ്രോഗ്രാമിൽ ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോമൺലി യൂസ് ചെയ്യുന്ന പല ഫങ്ഷൻസും പ്രീ ഡിഫൈൻഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന ചില ഫങ്ഷൻസ് ആണ് പ്രിൻ്റ് ആൻഡ് സ്കാൻഎഫ്. ഈ പ്രിൻ്റ് ആൻഡ് സ്കാൻഎഫ് കണ്ടെയ്ൻ ചെയ്യുന്ന ലൈബ്രറിയാണ് stdio. ഇതാണ് യൂഷ്വലി പ്രോഗ്രാമിൽ ഏറ്റവും ആദ്യം എഴുതുന്നത്. വോയിഡ് മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ. ഇൻറ്റ് എന്താണെന്നും വോയിഡ് എന്താണെന്നും ഞാൻ പിന്നീട് പറഞ്ഞുതരാം. മെയിൻ ഫംഗ്ഷൻ, സി പ്രോഗ്രാം എഴുതുമ്പോൾ മസ്റ്റ് ആയിട്ട് എഴുതേണ്ട ഒരു ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷൻ. പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിനിൽ നിന്നാണ്. ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യാനാണ് പരാന്തസിസ് യൂസ് ചെയ്യുന്നത്. മെയിൻ ഫംഗ്ഷൻ എഴുതുന്ന ടൈമിൽ കേർലി ബ്രാക്കറ്റ് യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് ബ്രേസസ് യൂസ് ചെയ്യുക. ആ ബ്രേസസിനകത്ത് എന്താണോ നമ്മുടെ പ്രോബ്ലം അതിൻ്റെ സൊല്യൂഷൻ അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് എഴുതാം. നിങ്ങളുടെ കയ്യിൽ ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്ററിനകത്ത് എങ്ങനെയായിരിക്കും ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്പർ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു, സെക്കൻഡ് നമ്പർ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു, ഇതിനിടയിൽ പ്ലസ് എന്ന കീ കൂടെ പ്രസ് ചെയ്യുന്നു. ദറ്റ് ഈസ് രണ്ട് നമ്പേഴ്സ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു, എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്തത് ആ ഓപ്പറേഷൻ അവിടെ ഇൻപുട്ടായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ പ്രോഗ്രാമിനകത്തും രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ട് യൂസറിൻ്റെ കയ്യിൽ നിന്ന് രണ്ട് നമ്പേഴ്സ് ഇൻപുട്ടായിട്ട് കളക്ട് ചെയ്യാം. ഫസ്റ്റ് നമ്പർ ആൻഡ് സെക്കൻഡ് നമ്പർ കളക്ട് ചെയ്യാം. യൂസറിന് എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത് അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള സിമ്പിൾ അവിടെ കൊടുക്കുക. ഇതിനെ പ്രോപ്പർ എക്സ്പ്രഷനാക്കി മാറ്റുക. ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇൻപുട്ട്, അതിനുശേഷം പ്രോസസ്സ് ചെയ്യാനുള്ള എക്സ്പ്രഷൻസ്, ഫൈനലി ഔട്ട്പുട്ട്. ഇങ്ങനെ ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. ഇതൊരു കുഞ്ഞു പ്രോഗ്രാം മുതൽ വലിയൊരു സോഫ്റ്റ്വെയർ എഴുതുന്ന സമയം വരെ ഈ ഒരു ഫ്ലോ ഒരിക്കലും മറക്കരുത്. ഇൻപുട്ട്, പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട്. യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് മേടിക്കാൻ കോമൺലി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സ്കാൻഎഫ്. സ്കാൻ മീൻസ് റീഡ്, എഫ് മീൻസ് ഫംഗ്ഷൻ. ദെൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ പരാന്തസിസ് ഉണ്ടാകും. ആ പരാന്തസിസിനകത്ത് എത്ര ഇൻപുട്ട്സ് കളക്ട് ചെയ്യണം നോക്കുക. ഓരോ ഇൻപുട്ട് വാല്യൂസിൻ്റെയും ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കണം. രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ, പോയിൻ്റ് ഇല്ലാത്ത നമ്പേഴ്സ് ആണെങ്കിൽ %d അതൊരു കൺട്രോൾ സ്ട്രിങ് ആണ്. കമ്പൈലറിന് പ്രോപ്പർലി മനസ്സിലാകാനായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രിങ് ആണ്. രണ്ട് നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ %d, കോമ, മെമ്മറി ലൊക്കേഷൻ കൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. മെമ്മറിയിൽ എവിടെയാണ് കൊണ്ട് വെക്കേണ്ടതെന്ന് കൂടെ മെൻഷൻ ചെയ്യണം. കമ്പ്യൂട്ടറിനകത്ത് ഒത്തിരി മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. ഇതിൽ രണ്ട് മെമ്മറി ലൊക്കേഷൻസിലായിട്ട് രണ്ട് നമ്പേഴ്സ് നമുക്ക് കൊണ്ടുവയ്ക്കണം. മെമ്മറി ലൊക്കേഷൻസിൽ മെമ്മറിക്ക് ഓരോ അഡ്രസ്സ് ഉണ്ടാവും. ഈ അഡ്രസ്സ് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള പേര് അതിന് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ABCD ഇങ്ങനെ ഓരോ ലൊക്കേഷൻസ് കൊടുക്കാം. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ പേര് കൊടുക്കുകയാണെങ്കിൽ അത് ഈസി ആയിരിക്കും. അത് കോഡിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയും. സോ ABCD കൊടുക്കുന്നതിന് പകരം num1 അല്ലെങ്കിൽ നമ്പർ 1, നമ്പർ 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പ്രോഗ്രാമിൽ മെമ്മറി ലൊക്കേഷൻ്റെ നെയിം മെൻഷൻ ചെയ്യുന്ന ടൈമിൽ ഓരോ ലൊക്കേഷനും പ്രോപ്പർലി ഡിക്ലെയർ ചെയ്യണം. എങ്കിൽ മാത്രമേ കമ്പൈലർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ രണ്ട് മെമ്മറി ലൊക്കേഷൻ രണ്ടുപേരും ഹോൾഡ് ചെയ്യുന്ന വാല്യൂ ഇൻറ്റിജർ വാല്യൂസ് ആണ്, അതായത് പോയിൻ്റ് ഇല്ലാത്ത നമ്പേഴ്സാണ്. സോ എഴുതുമ്പോൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം, ഇൻറ്റ് num1, num2. മെമ്മറി ലൊക്കേഷൻസിന് നെയിം കൊടുക്കുന്നു പറഞ്ഞു. ഇതിനെ നമ്മൾ സാധാരണ വിളിക്കുന്നത് വേരിയബിൾസ് എന്നാണ്. സോ വാട്ട് ആർ വേരിയബിൾസ് എന്ന് ചോദിച്ചാൽ, വേരിയബിൾസ് ആർ യൂസ്ഡ് ടു ഹോൾഡ് എ വാല്യൂ. ആഡ് ടു നമ്പേഴ്സിൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. സോ രണ്ട് വേരിയബിൾസ് ഉണ്ട്, num1 ആൻഡ് num2. സ്കാൻഎഫിൽ
പെർസെൻറ്റേജ് ഡി കഴിഞ്ഞിട്ട് കോമ ആംബർസാൻഡ് num1. ആംബർസാൻഡ് ഈസ് ആൻ അഡ്രസ് ഓപ്പറേറ്റർ. അഡ്രസ് മെൻഷൻ ചെയ്യാനാണ് ആംബർസാൻഡ് യൂസ് ചെയ്യുന്നത്. ആംബർസാൻഡ് num1 ആൻഡ് ആംബർസാൻഡ് num2. സോ രണ്ട് ലൊക്കേഷൻസിൻ്റെയും അഡ്രസ് പ്രോപ്പർലി ഡിറ്റക്റ്റ് ചെയ്തിട്ട് അവിടെ വാല്യൂസ് കൊണ്ട് വെക്കാൻ കഴിയും. സ്കാൻ ചെയ്യുന്ന കാര്യം പഠിച്ചു, എക്സ്പ്രഷൻസ് എഴുതാൻ പഠിച്ചു, ഔട്ട്പുട്ട് കൊടുക്കണമല്ലോ, അതിന് പ്രിൻ്റ് എഫിനകത്ത് സം ഓഫ് ടു നമ്പേഴ്സ് ഈസ്, അത് നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്പുട്ടിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കാണിക്കും. ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കണമെങ്കിൽ പ്രിൻ്റ് എഫിനകത്ത് ഡബിൾ കോട്ട്സിനകത്ത് വേണം കൊടുക്കേണ്ടത്. സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് കഴിഞ്ഞ് എന്താ വേണ്ടേ, ആ റിസൾട്ട് വരണം. സോ അത് ആ എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണോ കിട്ടുന്നത്, num1 പ്ലസ് num2 ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താണോ അതിനൊരു വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ വേരിയബിളിൻ്റെ നെയിം ഇവിടെ കൊടുക്കുക. സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് %d എന്ന് കൊടുക്കണം. കാരണം കമ്പൈലറിന് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം, അത് എന്ത് വാല്യൂ ആണെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം കോമ മെമ്മറി ലൊക്കേഷൻ, ഇൻപുട്ടായി, പ്രോസസ്സായി, ഔട്ട്പുട്ടായി. ഇതൊന്ന് പ്രോപ്പർലി എഴുതുകയാണില്ല. ഫസ്റ്റ് എഴുതേണ്ടത് #include stdio.h എന്തിനായിരുന്നു, printf scanf. ഈ ഫങ്ഷൻസ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന ലൈബ്രറി stdio ആണ്. സോ #include stdio.h എഴുതുന്നു. മെയിൻ ഫംഗ്ഷൻ തൽക്കാലം void മെയിൻ ഫംഗ്ഷൻ എന്ന് എഴുതുക. void സ്പേസ് മെയിൻ ഫംഗ്ഷൻ. അതിനകത്ത് മെമ്മറിയിൽ ആവശ്യമായിട്ടുള്ള സ്പേസസ് ഡിക്ലെയർ ചെയ്യുന്നു, ദാറ്റ് ഈസ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു. num1 num2 റിസൾട്ട്. ഇവിടെ ഒരു പ്രിൻ്റ് ആവശ്യം വരുന്നുണ്ട്. നെക്സ്റ്റ് printf എൻ്റർ 2 numbers. ഇത് യൂസറിനോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റർ 2 numbers. ഇത് കാണുമ്പോൾ യൂസർ ഇൻപുട്ട് കൊടുക്കുന്നു, അത് സ്കാൻ ചെയ്യുന്നു ത്രൂ scanf ഫംഗ്ഷൻ, ദെൻ ത്രൂ എക്സ്പ്രഷൻ അഡിഷൻ പെർഫോം ചെയ്യുന്നു, ഫൈനലി റിസൾട്ട് പ്രിൻറ്റ് ചെയ്യുന്നു.